KPCC അംഗവും കോൺഗ്രസിൻ്റെ മാധ്യമ വക്താവുമായ അഡ്വക്കേറ്റ് JS അഖിലിനെ KPCC മാധ്യമ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കി. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിൻ്റെ പേരിലുള്ള പ്രതികാര നടപടിയെന്ന് അഖിൽ. KPCC മാധ്യമ വക്താവ് പദവിയിൽ നിന്ന് അഖിലിനെ ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് ചാണ്ടി ഉമ്മൻ. വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ്. നൃപൻ, അഖിലിനെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന്, പാനലിസ്റ്റ് എന്ന ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണോ? അതിനിടയിൽ വലിയ ചർച്ചകൾക്ക് ഇടം കൊടുക്കും വിധമാണോ ചാണ്ടി ഉമ്മൻ്റെ പുതിയ ചിത്രം വന്നിട്ടുള്ളത്? ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രം. ഉടലെടുത്തിട്ടുള്ള പുതിയ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലനമായി ഇതിനെ കാണേണ്ടി വരും. JS അഖിലിനെ ഈ മാധ്യമ പാനലിൽ നിന്ന് KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസാണ് പുറത്താക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, വക്താവ് പദവിയിൽ നിന്ന് KPCCയിൽ ചാനൽ ചർച്ചകളിലോ ഇനി പാർട്ടിയെ സംബന്ധിക്കുന്ന വക്താവായി പങ്കെടുക്കാനോ ഇനി JS അഖിലിന് കഴിയില്ല. അതിൽ കുറ്റമായി പറയുന്നത്, കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ നടത്തിയ പരസ്യ പ്രതികരണത്തെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു, ചാണ്ടി ഉമ്മനൊപ്പം നിന്നു. മാത്രമല്ല, ആ വിഷയത്തിൽ ചർച്ചകൾക്ക് വേണ്ടി മാധ്യമങ്ങളിൽ പോകരുത് എന്ന വിലക്ക് നേതാക്കൾക്ക് നൽകിയിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് JS അഖിൽ ഈ ചാനൽ ചർച്ചയിൽ പോയി എന്നതാണ് കുറ്റമായി ആരോപിക്കുന്നത്. ഇത് തനിക്കെതിരെയുള്ള പ്രതികാര നടപടി എന്നതാണ് JS അഖിൽ പറയുന്നത്. JS അഖിൽ വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശരത്. ഓക്കെ, റൈറ്റ്. ശരി നൃപൻ. അതോടൊപ്പമാണ് ചാണ്ടി ഉമ്മൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രം എന്നതുകൂടിയുണ്ട്. നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.